തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ കൂടി ചെയ്യുന്നു. റിനു, ഗുഡ് മോർണിംഗ്. അപ്പോൾ അറിയാം, റിനു ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് മുന്നിൽ ഹാജരാകുന്ന ദിവസമാണല്ലോ. അപ്പോൾ അദ്ദേഹം ജാമ്യമൊക്കെ കിട്ടി പുറത്തിറങ്ങി ആ ഒരു മൂഡിലായിരിക്കുമോ പോവുക? ഗുഡ് മോർണിംഗ് SKN. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനായത്. സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തേക്ക് വരികയായിരുന്നു. ഈ ജാമ്യ വ്യവസ്ഥയിൽ പറയുന്ന ഒരു കാര്യമാണ് ആഴ്ചയിൽ ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഹാജരാകണം എന്നുള്ളത്. ഇന്ന് വെള്ളിയാഴ്ച അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഹാജരാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. SITയുടെ ഇഞ്ചക്കല്ലെ ഓഫീസിൽ എത്തുകയായിരിക്കുമെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി സഹോദരിയും അതുപോലെ തന്നെ ബന്ധുക്കളും എത്തി ജയിലിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുകയായിരുന്നു. രാത്രിയോടുകൂടി അദ്ദേഹം കിളിമാനൂരിലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം നിർണായകമായിട്ടുള്ള നീക്കത്തിലേക്ക് കടക്കുകയാണ്. കാരണം 12 പേരെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡിലാക്കിയതിനു ശേഷം 4 പേർ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇതിൽ പ്രധാന കണ്ണികളിൽ ഒരാളായിട്ടുള്ള തന്ത്രിക്കുൾപ്പെടെ സ്വാഭാവിക ജാമ്യം കിട്ടുന്നതിന് മുമ്പ്, അതായത് 90 ദിവസത്തിന് മുമ്പ് തന്നെ കുറ്റപത്രം സമർപ്പിക്കുവാൻ വേണ്ടി അന്വേഷണ സംഘം നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ടാണ് സ്വാഭാവിക ജാമ്യം കിട്ടി ഇവരെല്ലാം തന്നെ പുറത്ത് ഇറങ്ങുന്നത്. അത് പ്രതിപക്ഷത്തിന്റെ അടക്കം, നിയമസഭയിലടക്കം വലിയ വിമർശനത്തിനും പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം നിർണായകമായിട്ടുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു, കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അതായത് തന്ത്രിക്കടക്കം ഈ 12 പേരും സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കുറ്റപത്രം സമർപ്പിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.